നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് കല്യാണവർമാവിനാൽ വിരചിതമായ സാരാവലിയിലെ പഞ്ചഗ്രഹ യോഗ നിരൂപണമാകുന്നു. 18-ാം അധ്യായത്തിൽ സ്വീകരിച്ച പഞ്ചഗ്രഹ യോഗ അധ്യായത്തിൽ നാം ഇവിടെ നിരൂപണം ചെയ്യുന്ന യോഗത്തിൽ വരുന്ന ഗ്രഹങ്ങൾ ആദിത്യനും ചന്ദ്രനും ബുധനും ഗുരുവും ശുക്രനുമാകുന്നു. ഇവിടെ 4 ശുഭഗ്രഹങ്ങളാണ്: ചന്ദ്രൻ, ബുധൻ, ഗുരു, ശുക്രന്മാർ. ഒരു പാപഗ്രഹമായ സൂര്യനും. വളരെ നല്ലൊരു യോഗമാണ്. പഞ്ചഗ്രഹ യോഗത്തിൽ ഏറ്റവും അധികം സ്പർശിക്കപ്പെടുന്ന നല്ല യോഗമാകുന്നു ഈ യോഗമെന്ന് നിങ്ങൾ അറിയുക. ആദ്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്ലോകം ശ്രദ്ധിക്കുക. യന്ത്രജ്ഞോ ബഹുവിഭവോ നൃപസജീവോ ദണ്ഡനായകോപിവ ഖ്യാത ശുഭകീർത്തിയുതോ ബുധേന്ദു രവി ജീവ ശുക്രൈശ്ച. ബുധ, രവി, ഇന്ദു, ജീവ, ശുക്രൈഹി. ഞാൻ സൂചിപ്പിച്ചു 4 ശുഭഗ്രഹങ്ങളും ഒരു പാപഗ്രഹവും. ഈ യോഗത്താൽ ജനിക്കുന്ന വ്യക്തി ഇപ്രകാരമായിരിക്കുമെന്ന് ആചാര്യൻ സമർത്ഥിക്കുന്നു. ആദ്യമായി അദ്ദേഹം ആരാകുന്നു? യന്ത്രജ്ഞ ഭവതി. യന്ത്രം ജാനാതീതി യന്ത്രജ്ഞ. അദ്ദേഹത്തിന് യാന്ത്രികമായ വിഷയങ്ങളിൽ വളരെയധികം അറിവുണ്ടാകുന്നു. യന്ത്രത്തിൻ്റെ മർമ്മം അറിയുന്ന ആളാണ് യന്ത്രജ്ഞൻ. യന്ത്രം ജാനാതീതി യന്ത്രജ്ഞ. അതിനാൽ രാശിയുടെ ബലത്തിനനുസരിച്ച് ജലരാശിയാണെങ്കിൽ കപ്പൽ മുതലായ വലിയ യാത്രാ യന്ത്രങ്ങളുടെ നിർമ്മാണത്തിൽ അയാൾ സമർത്ഥനായിരിക്കാം. അല്ലെങ്കിൽ വലിയ നാവിയിൽ അദ്ദേഹം വലിയ ഒരു എൻജിനീയറിംഗ് കഴിഞ്ഞ് ജോലി ചെയ്യുന്ന ആളായിരിക്കും. അപ്രകാരം സ്ഥിരരാശിയിലാണെങ്കിൽ അദ്ദേഹം, ഉദാഹരണത്തിന് മിഥുന, തുല, കുംഭം തുടങ്ങിയ രാശിയിലാണെങ്കിൽ അദ്ദേഹം എയർക്രാഫ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെടുന്ന യാന്ത്രിക വിഷയത്തിൽ സമർത്ഥനായിരിക്കും. മേടം, ചിങ്ങം, ധനു തുടങ്ങിയ വിഷയത്തിലാണെങ്കിൽ നാട്ടിലുള്ള വലിയ യാന്ത്രികമായ വിഷയങ്ങളിൽ, ഹെവി മെഷീനറീസിൽ അദ്ദേഹം വളരെ നിപുണനായിരിക്കും. അതാണ് യന്ത്രജ്ഞ. അതിന് മർമ്മം അറിയുന്ന ആളാണ്. ഇദ്ദേഹം യന്ത്രവിഷയത്തിൽ പണ്ഡിതനാകുന്നു. പിന്നീട് ഈ മഹാ വ്യക്തി ആരാകുന്നു? ബഹുവിഭവ. ബഹവ വിഭവ യസ്യ സഹ. ഇദ്ദേഹം ധാരാളം അനേകം വിഭവത്തോടു കൂടിയ വ്യക്തിയാണ്. ഒന്നുകിൽ അദ്ദേഹം അതിസമ്പന്നനാകാം, അല്ലെങ്കിൽ പല രീതിയിലുള്ള വിഭവങ്ങളാൽ അദ്ദേഹം സമ്പന്നനാണ്. അദ്ദേഹത്തിൻ്റെ കർമ്മമേഖല വളരെ വിപുലമാണ്. ആ വൈപുല്യത്താൽ അദ്ദേഹം പല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കുന്നു. നൃപസജീവ ഭവതി. രാജാവിൻ്റെ മന്ത്രിയാകുന്നു. രാജമന്ത്രി ഭവതി എന്നർത്ഥം. പിന്നീട് ദണ്ഡനായകോപിവ. കയ്യിൽ വടിയുള്ള ആളാണ്, അധികാരമുള്ള ആളാണ്. തുങ്കയഷ്ഠിം വിധത്തെ എന്ന് പറഞ്ഞിട്ടുണ്ട്. മേടത്തിൽ സൂര്യൻ ലഗ്നത്തിൽ വരുമ്പോൾ വലിയ വടി പോലെ ഇദ്ദേഹം നിൽക്കും. പ്രത്യേകിച്ച് 10-ൽ സൂര്യനും ചൊവ്വയും ഒക്കെ വരുമ്പോൾ ദണ്ഡനാഥോ കുജാർക്കോ, തനിക്ക് അങ്ങേയറ്റം ലീഡർഷിപ്പ് ഉണ്ടാകുമെന്ന അർത്ഥമുണ്ട്. അത് രാഷ്ട്രീയ നേതൃത്വത്തിലാകാം, രാജാവിൻ്റെ മന്ത്രിയാകാം, രാഷ്ട്രീയ നേതൃത്വത്തിലാകാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചൊവ്വാഗ്രഹം ഇല്ലാതെയാണ് ഈ നേട്ടം നടത്തുന്നത്. അധികാരത്തിൻ്റെ ഗ്രഹം ചൊവ്വ ഈ യോഗത്തിലില്ല. എന്നിട്ടും ഈ യോഗം അങ്ങേയറ്റം ഫലപ്രദമായി ആചാര്യൻ വർണ്ണിച്ചിരിക്കുന്നു. മനസ്സിലാക്കുക. ഖ്യാത ശുഭകീർത്തിയുത. അദ്ദേഹത്തിന് വളരെയധികം പ്രശസ്തി ഉണ്ടാകും. വിപുലമായ കീർത്തിയോടുകൂടിയ വ്യക്തിയുമായിരിക്കുമെന്ന് സാരം. അതിനാൽ വളരെ നല്ലൊരു യോഗമാണ് ഈ യോഗമെന്നറിയുക പ്രിയമുള്ള പ്രേക്ഷകരെ. ഈ യോഗമുള്ള വ്യക്തികൾ ലോകം ഭരിക്കും, ഒരു സംശയവുമില്ല. നന്ദി, നമസ്തേ.